പ്രതീക്ഷയോടെ കേരളം വയനാടും. കാരണം മോദി പ്രധാനമന്ത്രി ഇപ്പം വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് 12ാം ദിനമാണ്. ആ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ഇന്നേക്ക് 12ാം ദിനമാണ്. 400-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു. മരണസംഖ്യ ഇപ്പോഴും നിരവധി ആളുകൾ കാണാമറയത്താണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ കേരളം പ്രധാനമായിട്ടും ആവശ്യപ്പെടാൻ പോകുന്നത് L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ദേശീയ ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം. ഒപ്പം 2000 കോടിയും അനുവദിക്കണമെന്നുള്ളൊരു കാര്യമാണ് കേരളം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് മോഡി ഇപ്പം വന്ന സ്ഥിതിക്ക് കൂടുതൽ എന്തൊക്കെ പ്രതീക്ഷകൾ? അല്ല, നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമന്ത്രി വയനാട്ടിൽ ദുരന്തം നടന്ന പ്രദേശങ്ങൾ മുഴുവനും ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് കണ്ടു. ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ചൂരൽമലയിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. ചൂരൽമലയിൽ വന്ന് പ്രളയ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളെ കാണുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നതെല്ലാം ചെയ്യും എന്നാണ് നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ നിർമ്മിക്കപ്പെട്ട ബെയിലി പാലം, ആ പാലം സന്ദർശിക്കും. പാലത്തിനടുത്ത് ആ പാലം നിർമ്മിച്ച സൈനികരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും, അവരെ അഭിനന്ദിക്കും. അങ്ങനെ കൂട്ടായ എല്ലാ പ്രവർത്തനങ്ങളും, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവിടെ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയിരുന്നതായിട്ടുള്ള ആളുകളുടെ സംഘങ്ങളെപ്പോലും കാണാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയധികം ആളുകൾ മണ്ണിനടിയിലും അതേപോലെ തന്നെ വെള്ളത്തിലുമൊക്കെ ആയിട്ട് മുങ്ങിത്തീർന്ന ഒരു ദുരന്തമാണ്. കേരളത്തിൻ്റെ ഒരു സങ്കടം, കേരളത്തിൻ്റെ ഒരു കണ്ണീർ, അത് തുടക്കാനായിട്ടുള്ള ഒരു കരം, ആശ്വാസത്തിൻ്റെ കരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നീളും എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. കേരളം പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൻ്റെ ഗവർണറും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് മാറിത്തീരാം. അങ്ങനെ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായിട്ടത് മാറിത്തീരുകയും അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒത്തൊരുമയുടേതാണ് എങ്കിൽ തീർച്ചയായിട്ടും കേരളം കെട്ടിപ്പിടിക്കുന്നതിന്, കേരളത്തിനെ പുനർനിർമ്മിക്കുന്നതിന്, വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉടുതുണിക്കപ്പുറത്തൊന്നുമില്ല. അവർ പുനരധിവാസമാണ് അവിടുത്തെ ഒരു അവർക്ക് പുനരധിവാസം എന്ന് വെച്ചാൽ നാളെ മുതൽ എവിടെ താമസിക്കുമെന്നുള്ളതും പോലും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്ക് എന്തായാലും ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഏതാനും ചില വീടുകൾ അവശേഷിക്കുന്നുണ്ട് ഒന്നും പറ്റാതെ. അപ്പോൾ അവിടെയൊന്നും ഇനി അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ അടുത്ത് സംസാരിച്ചപ്പം തന്നെ മനസ്സിലായത് ഇനി അങ്ങോട്ടേക്ക് പോകാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല. ഈ പ്രദേശങ്ങളിലൊന്നും താമസിക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം 30-ാം തീയതിയത്തെ അർദ്ധരാത്രിയിൽ ജീവന് വേണ്ടി ഓടിയ മരണപ്പാച്ചിൽ അവർക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ഇനി അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഞങ്ങളില്ല എന്നാണ് അവർ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഉയർന്നു വരികയാണ്. അല്ല, മരണഭീതി അവരെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി വരും. കുട്ടികൾക്കൊക്കെ സാധാരണ ഇങ്ങനെ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളതാണ്. ഇത് ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും യഥാർത്ഥത്തിൽ അത് ആവശ്യമായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതത്ര പെട്ടെന്ന് അവരുടെ ദൃശ്യപഥങ്ങളിൽ ഇത് മാറില്ല. അതിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടവരിക്കും, അതവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരങ്ങോട്ട് പോകില്ല എന്നിപ്പോൾ ഉറക്കെ നിലവിളിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഒരു ടൗൺഷിപ്പ് പോലെ നിർമ്മിച്ച് ഒരു പ്രദേശം നൽകിയാൽ, ഈ മനുഷ്യർക്ക് അതിനകത്ത് അധിവസിപ്പിച്ചാൽ ഒരുപക്ഷെ പുനർനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് നല്ല രീതിയിലാകാം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു പുനർനിർമ്മാണ പ്രക്രിയ ആവശ്യപ്പെടുന്നുണ്ട് വയനാട്. അതിനെല്ലാ സ്ഥലത്തു നിന്നും സഹായങ്ങൾ ഒഴുകിയെത്തും. ആ സഹായങ്ങളെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് ആണ് അതിലിടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ മികച്ച ഒരു
പുനർനിർമ്മാണ പ്രക്രിയ അവിടെ സാധ്യമാണ്. അതിന് പകരം സർക്കാർ കാര്യം മുറ പോലെ എന്ന നിലക്കാണ് പോകുന്നതെങ്കിൽ ഈ ഹതഭാഗ്യരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും എന്നുള്ളത്. നമ്മൾ ഈ പ്രളയ ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസവും അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനങ്ങൾ ചെയ്ത പല സഹായങ്ങളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന രീതിയിൽ പരാതികൾ അതെ, പലർക്കും വീട് ശരിയായിട്ടില്ല, കുറേ പേർക്ക് ശരിയായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകരുത് ഈ കാര്യം. ഇത് വളരെ പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും അത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ എപ്പോഴും കുഴപ്പക്കാരായിട്ട് വരുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ കേരളത്തിൻ്റെ ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തത്തെക്കാൾ വലുതാണ് ബ്യൂറോക്രസി കേരളത്തെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്നതിൽ വലിയ പങ്കാളികളായി മാറിത്തരുന്നത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ ഒരാളെ സഹായിക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവം ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് സാധാരണ രീതിയിൽ ഇവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, അതുപോലെ സംവിധാനങ്ങൾ, അതിൻ്റെ സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയകളൊക്കെ നടത്തുന്ന ഈ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അപ്പോൾ അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സാന്നിധ്യം, അവരുടെ സാങ്ഷനോടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പാടുള്ളൂ എന്ന നിലയ്ക്ക് എഴുതി വെച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സമ്പ്രദായമായിട്ട് പല പരിപാടികളും മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക്, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ തിന്നു തീർക്കാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഈ സർക്കാർ സംവിധാനത്തിന് മാറ്റുകയും സർക്കാരിൻ്റെ വെള്ളായനകളായിട്ട് ഇവന്മാർ മാറുകയാണ്. അങ്ങനെയാണ് വെള്ളായനകളുടെ നാടുണ്ടാകുന്നത്. ശരി, അത് ഈ പ്രളയത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വല്ലാത്ത തരത്തിൽ വൈകല്യപ്പെടുത്താറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ കുറേ നാൾ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയുണ്ടാവും, മന്ത്രിമാരുടെ ശ്രദ്ധയുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകരുടെ ശ്രദ്ധയൊക്കെ ഉണ്ടാവും. കുറേ കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ ഇവരാണ് അധികാരികൾ. ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ശരിപ്പെടുത്തി കളയും എന്നുള്ളതാണ്. അങ്ങനെയാണ് പലർക്കും അത് കിട്ടാതെ പോകുന്നത്. ഈ ഭൂമുഖത്തില്ലാത്ത രേഖകളൊക്കെ ഇവനെ അന്വേഷിക്കും. ഇവനെന്ത് കാര്യം? സർക്കാർ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത് അവരെ നല്ല നിലയിൽ കൊണ്ടുവരിക എന്നുള്ളതിനെ ആത്മാർത്ഥമായിട്ട് ഇടപെടേണ്ട ഒരുത്തനാണ് അവൻ. അതിന് പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ്റെ ആ കാലത്തുള്ള രേഖകൾ വരെ തപ്പിയെടുത്ത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് ഇത് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന് വലിയ അപകടമായിട്ട് മാറിത്തീരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കെടുതി എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രസിയുടെ കെടുതിയാണ്. അത് അങ്ങനെ ആരും തിരിച്ചറിയുക, അതിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി ഒരു പ്രശ്നമാണ്. എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ എന്താണ് സഹകരണ സംഘങ്ങളുടെ നിയമം പുതിയ രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പരിശോധനാ സമിതിയിലേക്ക് റിട്ടയർഡ് തഹസിൽദാരും അതേപോലെയുള്ള ആളുകളൊക്കെ വേണമെന്നാണ് പറയാം. ഇവർക്ക് തിന്നാനായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് അതിനെ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതൊക്കെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഇവരെന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ഈ സാധാരണക്കാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് അർഹമായി ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തടസ്സപ്പെടുത്തി അലങ്കോലപ്പെടുത്തി എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ പുനർനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എടുക്കേണ്ടതും കൂടിയാണ്. അതെ, ഇപ്പം എന്തായാലും മോഡിയിൽ നിന്നും കേരളവും വയനാടൊക്കെ വലിയ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ. ഇത് വലിയ പ്രതീക്ഷ ഉണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രം അതിനെ മനസ്സറിഞ്ഞതിനെ സഹായിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയം ഇതിൽ ഒരു ഘടകമായിട്ട് വരാൻ പാടില്ല. കാരണം ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് വേറെ, അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് വേറെ. അത് നോക്കേണ്ടതില്ല. കാരണം മരിച്ച മനുഷ്യർക്ക് രാഷ്ട്രീയമില്ലായിരുന്നു, അവർക്ക് മതമില്ലായിരുന്നു, ഒരു മനുഷ്യർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനുഷ്യന് പരിഗണന കൊടുക്കാനായിട്ടാണ് നാം തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അറിഞ്ഞ് ചെയ്യണം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ അവിടെ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിക്കൊക്കെ വിടുമ്പോൾ സമയത്ത് പലപ്പോഴും ഗവൺമെൻറ് ശ്രദ്ധിക്കാറുണ്ട്. ശബരിമല എന്ന് പറയുന്ന ആ ആരാധന കേന്ദ്രത്തെ ഉള്ളിൽ ഉറപ്പിക്കുന്നതായിട്ടുള്ള ആളുകളെ വിടുമ്പോൾ അവിടെ കുഴപ്പങ്ങളുണ്ടാവാറില്ല. അതിന് പകരം നിർബന്ധിച്ച് വേറെ ആരെങ്കിലുമൊക്കെ താല്പര്യമില്ലാത്തവന്മാരെ വിട്ടാൽ അവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും ഇതിനോട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അതിനോട് ഒരു ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കും, മനുഷ്യനോട് ഒരു മമത കാണിക്കുന്നവരായിരിക്കും, കരുണയുള്ളവരായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട. എങ്കിലേ പ്രധാനമന്ത്രി വരികയും പ്രധാനമന്ത്രി നാം പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു പാക്കേജ് അനുവദിച്ച് നൽകുകയും ചെയ്താൽ
അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോഴും ഈ നിമിഷത്തിൽ ചൂരന്മലയിൽ ഇനിയിപ്പോൾ അവരെ കാണാൻ പോകുന്നതായിട്ടുള്ള അസംഭവങ്ങൾ നമ്മൾ അതിക്ക് മുമ്പാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെ അവലോകന സമ്മേളനം അല്ലെങ്കിൽ മീറ്റിങ്ങൊക്കെ നടക്കുക. അതെല്ലാം കഴിഞ്ഞ് വലിയ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കുക. ചിലപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവണം എന്നാണ് ഞാനൊക്കെ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട അങ്ങനെയാണ്. അതുണ്ടാവുകയും ഒക്കെ കാരണം ഇതൊരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ സഹായിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഹസ്തങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഹസ്തങ്ങൾക്ക് അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിർവഹിക്കും എന്ന് നമുക്ക് കണക്കാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.